നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. സുംബ ടീമിനോടൊപ്പം നൃത്തം ചെയ്ത് മന്ത്രി. പുതുവർഷത്തിൽ വൈബ് ഫോർ വെൽനസ് പങ്കാളികളായി 10 ലക്ഷം പേർ. വാദപ്രതിവാദങ്ങൾ അവസാനിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ. മുഖ്യമന്ത്രി. ഇൻഡോറിൽ മലിന കുടിവെള്ളം കുടിച്ച് 10 പേർ മരിച്ചു. തിരിഞ്ഞുകൊത്തി കോർപ്പറേഷനെ ഇൻഡോറാക്കുമെന്ന രാജേഷിന്റെ വാഗ്ദാനം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ലൈഫ് പദ്ധതിയിലൂടെ 5 ലക്ഷം വീടുകളെന്ന നേട്ടം അടുത്ത മാസം പൂർത്തിയാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 4,76,076 വീടുകൾ ലൈഫ് വഴി പണി പൂർത്തിയാക്കി കൈമാറി. അത്രയും കുടുംബങ്ങളാണ് അടച്ചുറപ്പുള്ള വീടുകളിലേക്ക് താമസം മാറിയത്. 1,24,471 വീടുകളാണ് നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലുള്ളത്. ഫെബ്രുവരിയിൽ 5 ലക്ഷം വീടുകളും പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2026 ലോകത്തെ ഏറ്റവും വലിയ വെല്ലുവിളി ഭവനമില്ലായ്മ മറിച്ചു കടക്കലാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു. ലോകത്തിൽ 5-ൽ ഒരാൾ പാർപ്പിടമില്ലാതെ കഷ്ടപ്പെടുകയാണ്. ലോകത്ത് മതിയായ പാർപ്പിട സൗകര്യങ്ങൾ ഇല്ലാത്തവർ ഏകദേശം 160 കോടിയോളം വരുമെന്നാണ് കണക്ക്. ലോകത്ത് മതിയായ പാർപ്പിട സൗകര്യങ്ങൾ ഇല്ലാത്തവർ ഏകദേശം 160 കോടിയോളം വരുമെന്നാണ് കണക്ക്. ഒരു തുണ്ട് ഭൂമി ഇല്ലാത്തവരെ മുതൽ സ്വന്തം ഭൂമിയിൽ തുടങ്ങി വെച്ച വീട് പണി പൂർത്തിയാക്കാൻ കഴിയാത്തവരെ വരെ ഉൾപ്പെടുത്തിയാണ് ലൈഫ് പദ്ധതി നടപ്പിലാക്കുന്നത്. രാജ്യത്തെ പല ഭവന പദ്ധതികളും നാമമാത്രമായ തുക മാത്രമാണ് ഉപഭോക്താക്കൾക്ക് കൈമാറിയിരുന്നത്. ആവാസയോഗ്യമായ വീടുകൾ പണിയണമെങ്കിൽ പണം മറ്റു വഴികളിലൂടെ കണ്ടെത്തേണ്ട സ്ഥിതിയാണ്. ലൈഫ് മിഷന് കീഴിൽ വീട് നിർമ്മിക്കാൻ പര്യാപ്തമായ തുക യഥാർത്ഥ ബോധത്തോടെ കണക്കാക്കി അത് കൈമാറി ഭവന നിർമ്മാണത്തിൽ 4 ലക്ഷം രൂപ നൽകുന്നു. നിർമ്മാണ സാമഗ്രികൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കിയും തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തി തൊഴിലാളികളെ ലഭ്യമാക്കിയുമെല്ലാം വീണ്ടും സഹായം എത്തിക്കുന്നുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ടതും അലംബമായവരെ കണ്ടെത്തി അവർക്കാണ് ആദ്യം വീടുകൾ നിർമ്മിച്ചു നൽകിയത്. ജനങ്ങൾക്ക് അടിസ്ഥാന അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതാണോ ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്നും പിൻവാങ്ങി സ്വകാര്യ മൂലധനത്തിന് വഴിമാറലാണോ ഒരു സർക്കാരിന്റെ കടമ എന്നത് ലോകത്താകെ പ്രസക്തമായ മൗലികമായ ഒരു രാഷ്ട്രീയ ചോദ്യമാണ്. ആ ചോദ്യത്തെ ലൈഫ് മിഷൻ പോലുള്ള സമഗ്രമായ ജനകീയ പദ്ധതികൾക്ക് വഴിയാണ് LDF അഭിസംബോധന ചെയ്തതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് എന്ന പേരിൽ ആരോഗ്യവകുപ്പ് സംഘടിപ്പിച്ച ജനകീയ ക്യാമ്പയിനിൽ സംസ്ഥാനമാകെ പുതുവർഷത്തിൽ മാത്രം പങ്കെടുത്തത് 10 ലക്ഷത്തോളം പേർ. ആരോഗ്യവകുപ്പ്, ആയുഷ് വകുപ്പ്, വനിതാ ശിശു വികസന വകുപ്പ് തുടങ്ങിയ വകുപ്പുകളുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചു. വൈബ് ഫോർ വെൽനസിൻ്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ് അധ്യക്ഷയായി. രാവിലെ മുതൽ നിരവധി പരിപാടികളാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്നത്. രാവിലെ തന്നെ മന്ത്രി വീണ ജോർജ് സെൻട്രൽ സ്റ്റേഡിയത്തിലെത്തി വ്യായാമത്തിനായി എത്തിയവരോട് ഒപ്പം ചേർന്നു. സുംബ ടീമിനോടൊപ്പം മന്ത്രി നൃത്തം ചെയ്യുകയും ചെയ്തു. ആരോഗ്യ വകുപ്പ് ജീവനക്കാരും ആയുഷ് വകുപ്പ് ജീവനക്കാരും തമ്മിലുള്ള സൗഹൃദ ക്രിക്കറ്റ് മത്സരം, സൈക്ലിംഗ്, സ്കേറ്റിംഗ്, റാലി, സുംബ, യോഗ, എയറോബിക്സ്, സ്റ്റെപ്പ് ഡാൻസ് മുതലായ ഗ്രൂപ്പ് എക്സസൈസുകൾ, നല്ല ഭക്ഷണ രീതികൾ പരിചയപ്പെടുത്തുന്ന സെഷനുകൾ, സൗജന്യ ഡയറ്റ് കൗൺസിലിംഗ് സേവനങ്ങൾ എന്നിവയായിരുന്നു പ്രധാന ഇനങ്ങൾ. മാനസികാരോഗ്യം, നല്ല ഉറക്കം, സ്ലീപ്പ് ഹൈജീൻ തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകളും ഉണ്ടായിരുന്നു. സംസ്ഥാനത്തെ 14 ജില്ലാ ആസ്ഥാനങ്ങളിലും 5,416 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും യോഗ ക്ലബ്ബുകളിലും അങ്കണവാടികളിലും രാവിലെ മുതൽ വ്യായാമത്തിനുള്ള സൗകര്യങ്ങൾ സജ്ജമാക്കിയിരുന്നു. വൈബ് ഫോർ വെൽനസിലൂടെ 4 മേഖലകളിൽ ബോധവൽക്കരണ പരിപാടികൾക്കാണ് തുടക്കമിടുന്നത്. നല്ല ഭക്ഷണശീലം, വ്യായാമം പ്രോത്സാഹിപ്പിക്കൽ, ഉറക്കവും വിശ്രമവും, മാനസിക സുസ്ഥിതി എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ ഭരണസമിതി അധികാരത്തിൽ എത്തിയതോടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ആണുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ശക്തമായ രാഷ്ട്രീയ പ്രചരണങ്ങളും വാദപ്രതിവാദങ്ങളും എല്ലാവരും നടത്തി. ആ ഘട്ടം കഴിഞ്ഞെന്നും ഇനി മുന്നിലുള്ളത് പുതിയ ഉത്തരവാദിത്തങ്ങളാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് കാണുന്ന ത്രിതല പഞ്ചായത്ത് നഗരഭരണ സംവിധാനം രൂപപ്പെടുന്നതിന് പിന്നിൽ കേരളത്തിൻ്റെതായ സവിശേഷ ചരിത്രമുണ്ട്. ഭരണം കേവലം സെക്രട്ടേറിയറ്റിൽ കേന്ദ്രീകരിക്കുന്നതിന് പകരം താഴെ തട്ടിലേക്ക് എത്തിക്കണമെന്ന് ആദ്യം ശുപാർശ ചെയ്തത് 1957 രൂപീകരിക്കപ്പെട്ട EMSന്റെ നേതൃത്വത്തിലുള്ള ഭരണ പരിഷ്കാര കമ്മിറ്റിയാണ്. ഗ്രാമതലത്തിൽ ഭരണനിർവഹണത്തിനുള്ള അടിസ്ഥാന യൂണിറ്റായി പഞ്ചായത്തുകൾ മാറുക,
തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതികൾക്ക് കൂടുതൽ സ്വയംഭരണാധികാരം നൽകുക എന്നീ ശുപാർശകളും കമ്മിറ്റി മുന്നോട്ട് വെച്ചു. 1967 EMS മന്ത്രിസഭ ദ്വിതല സമ്പ്രദായത്തോടു കൂടിയുള്ള പഞ്ചായത്ത് ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. 1987 നായനാർ സർക്കാരിന്റെ കാലത്താണ് ജില്ലാ കൗൺസിലുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തിയത്. ത്രിതല പഞ്ചായത്ത് സംവിധാനവും ഇന്നത്തെ നിലവിലുള്ള മുനിസിപ്പൽ സംവിധാനവും 73-74 ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം 1994 കേരള പഞ്ചായത്ത് രാജ് ആക്ട്, കേരള മുനിസിപ്പാലിറ്റി ആക്ട് എന്നിവ മുഖേനയാണ് നിലവിൽ വന്നത്. 1995 ഒക്ടോബർ 2 അത് പ്രകാരം ജനപ്രതിനിധികൾ സ്ഥാനമേറ്റെടുക്കുകയും ചെയ്തു. അവിടെയും കേവലമായ പരിഷ്കരണമല്ല നമ്മുടെ സംസ്ഥാനം ലക്ഷ്യമിട്ടത്. വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ നിലയിൽ എത്തിക്കുക എന്നത് പ്രധാനമായിരുന്നു. സാമ്പത്തികമായും സ്ഥാപന ശേഷി കൊണ്ടും സ്വയംഭരണ അധികാരം നൽകിയും ശാക്തീകരിച്ചുകൊണ്ടുമുള്ള ഒരു മാതൃകയാണ് നാം നേടിയത്. അതിന് പറ്റുന്ന ജനകീയ ആസൂത്രണ പ്രസ്ഥാനം 1996 ഓഗസ്റ്റ് 17 നിലവിൽ വന്നു. തുടർന്ന് സെൻ കമ്മിറ്റി ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ പൗരാവകാശ രേഖ അറിയാനുള്ള അവകാശം തുടങ്ങിയവ ഉൾപ്പെടുത്തി സമഗ്രമായ നിയമ ഭേദഗതി 1999 കൊണ്ടുവന്നു. ഏറ്റവും അവസാനം 2022 ഫെബ്രുവരി 19 ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിലവിൽ വന്നു. പഞ്ചായത്ത്, ഗ്രാമവികസനം, നഗരകാര്യം, എഞ്ചിനീയറിംഗ് വിഭാഗം, നഗരഗ്രാമാസൂത്രണം എന്നിങ്ങനെ വിവിധകളിലായിരുന്ന വകുപ്പുകളെ ഒറ്റ വകുപ്പാക്കി മാറ്റി. 1995 സ്ഥാനമേറ്റെടുത്ത ജനപ്രതിനിധികൾ ജനകീയാസൂത്രണത്തിന്റെ പിൻബലത്തോടെ പുതിയ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ സാധ്യമാക്കി. അന്ന് ലഭ്യമായിരുന്ന ഒട്ടേറെ സൗകര്യങ്ങൾ ഇന്നത്തെ ജനപ്രതിനിധികൾക്ക് ലഭ്യമാണ്. ഓരോ വർഷവും പദ്ധതി വിഹിതം വർദ്ധിപ്പിച്ചു നൽകുന്നു. സേവനം വിരൽത്തുമ്പിൽ ലഭ്യമാക്കുന്ന ഡിജിറ്റൽ സാങ്കേതിക വിദ്യ നാം ഫലപ്രദമായി ഉപയോഗിക്കുന്നു. അതിദാരിദ്ര്യമുക്തരായവർ തിരികെ അതിദാരിദ്ര്യത്തിലേക്ക് പോകരുത്. പല കാരണങ്ങൾ അതിദാരിദ്ര്യത്തിലേക്ക് വഴുതി വീഴുന്ന ആൾക്കാരെ ഇതിൽ നിന്നും മുക്തരാക്കണം. ഈ പ്രക്രിയ നിരന്തരം സൂക്ഷ്മതയോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അതിനായുള്ള EPEP 2.0 പദ്ധതി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആരോഗ്യകരമായ മത്സരബുദ്ധിയോടെ ഏറ്റെടുക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ലക്ഷങ്ങൾ സമ്മാനം നേടാം. വിദ്യാർത്ഥികൾക്കായുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് മത്സരം ജനുവരി 12 മുതൽ. വിദ്യാർത്ഥികൾക്കിത് അറിവിന്റെ സുവർണാവസരം. കേരളത്തിന്റെ സാമൂഹിക പുരോഗതിയുടെ ചരിത്ര അടിസ്ഥാനമാക്കിയുള്ള വിജ്ഞാന യാത്രയിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് മത്സരത്തിന് ജനുവരി 12 തുടക്കമാകും. സംസ്ഥാനത്തെ 8 മുതൽ 12 വരെ ക്ലാസുകളിലുള്ള വിദ്യാർത്ഥികൾക്കും സർവകലാശാല കോളേജ് വിദ്യാർത്ഥികൾക്കും പ്രത്യേക മത്സരങ്ങളാണ് നടത്തുക. സ്കൂൾ തല മത്സര വിജയികൾക്ക് ഒന്നാം സമ്മാനമായി 5 ലക്ഷം, സമ്മാനമായി 3 ലക്ഷം രൂപയും മൂന്നാം സമ്മാനമായി 2 ലക്ഷം രൂപയും ലഭിക്കും. കോളേജ് തല മത്സര വിജയികൾക്ക് ഒന്നാം സമ്മാനമായി 3 ലക്ഷം രൂപയും രണ്ടാം സമ്മാനമായി 2 ലക്ഷം രൂപയും മൂന്നാം സമ്മാനമായി 1 ലക്ഷം രൂപയും സമ്മാനമായി നൽകും. മൊമന്റോ, പ്രശസ്തി പത്രം എന്നിവയും വിജയികൾക്ക് ലഭിക്കും. പങ്കെടുക്കുന്ന എല്ലാവർക്കും ഓൺലൈൻ സർട്ടിഫിക്കറ്റ് നൽകും. ശരിയുത്തരങ്ങൾക്ക് കാണികൾക്കും സമ്മാനം ലഭിക്കുന്ന ജനകീയ മത്സരമായാണ് ജില്ലാതലം മുതൽ മത്സരം സംഘടിപ്പിക്കുന്നത്. സ്കൂൾ തലത്തിൽ സ്കൂൾ വിദ്യാഭ്യാസ ജില്ല, സംസ്ഥാന തലം എന്നിങ്ങനെയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. സ്കൂൾ തലത്തിൽ വ്യക്തിഗതമായും വിദ്യാഭ്യാസ ജില്ല മുതൽ ടീം തലത്തിലായിരിക്കും മത്സരം നടത്തുക. സംസ്ഥാന തലത്തിൽ നടക്കുന്ന ഗ്രാൻഡ് ഫിനാലെയിൽ അന്തിമ വിജയിയെ കണ്ടെത്തും. കോളേജ് വിഭാഗത്തിൽ കോളേജ്, ജില്ല, സംസ്ഥാന തലങ്ങളിലായിരിക്കും മത്സരം. കോളേജ് തലത്തിൽ വ്യക്തിഗതമായും പിന്നീട് ടീമായും മത്സരിക്കാവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. സംസ്ഥാന തലത്തിൽ നടക്കുന്ന ഗ്രാൻഡ് ഫിനാലെയിലൂടെ അന്തിമ വിജയിയെ കണ്ടെത്തും. പോലീസ് സേനയ്ക്ക് 172 പുതിയ വാഹനങ്ങൾ കൂടി മുഖ്യമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തു. വിവിധ യൂണിറ്റുകൾക്കായി വാങ്ങിയ പുതിയ വാഹനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. സംസ്ഥാന പോലീസ് സേനയുടെ കാര്യക്ഷമതയും അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിനും കലാഹരണപ്പെട്ട വാഹനങ്ങൾ ഘട്ടം ഘട്ടമായി മാറ്റുകയാണ്. തിരുവനന്തപുരം SAP പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ പുതുതായി വാങ്ങിയ 172 ബലോറ ജീപ്പുകളാണ് സേനയുടെ ഭാഗമായത്. സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകൾ, കൺട്രോൾ റൂമുകൾ, സ്പെഷ്യൽ യൂണിറ്റ്, DYSPമാരുടെ ഓഫീസുകൾ, ബറ്റാലിയനുകൾ എന്നീ വിഭാഗങ്ങളുടെ ആവശ്യത്തിനായാണ് ഇവ ഉപയോഗിക്കുക. 86 ബലോറ വാഹനങ്ങൾ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകൾക്കാണ്
ഇവ സ്റ്റേഷനുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ഉപകരിക്കും. സംസ്ഥാനത്തെ വിവിധ പോലീസ് കൺട്രോൾ റൂമുകൾക്കായി 36 ബൊലേറോ വാഹനങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ഇത് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ കാര്യക്ഷമമായി നടപ്പാക്കുന്നതിനും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഉപകരിക്കും. വിവിധ ബറ്റാലിയനുകൾ, സ്പെഷ്യൽ യൂണിറ്റുകൾ എന്നിവയ്ക്കായി 20 ബൊലേറോ വാഹനങ്ങളും സജ്ജമാക്കി. ഇതുകൂടാതെ സ്പെഷ്യൽ യൂണിറ്റുകളിലുള്ള DYSPമാർക്കായി 30 ബൊലേറോയും സജ്ജമാക്കിയിട്ടുണ്ട്. SAP പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ, പോലീസ് ആസ്ഥാനം IG R നിശാന്തിനി, പോലീസ് ആസ്ഥാനത്തെയും ജില്ലയിലും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. മധ്യപ്രദേശിലെ ഇൻഡോറിൽ BJP ഭരിക്കുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ വിതരണം ചെയ്ത മലിനമായ കുടിവെള്ളം കുടിച്ച് 10 പേർ മരിച്ച ദുരന്തത്തിനിടയിൽ ചർച്ചയായി തിരുവനന്തപുരം മേയർ VV രാജേഷിൻ്റെ വാഗ്ദാനം. കോർപ്പറേഷൻ്റെ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ ഇൻഡോർ ഗുജറാത്ത് മോഡൽ വികസനം നടപ്പാക്കുമെന്ന VV രാജേഷിൻ്റെ വാഗ്ദാനമാണ് തിരിഞ്ഞുകൊത്തിയിരിക്കുന്നത്. അതേസമയം ഇൻഡോറിലെ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായെന്ന് സംസ്ഥാന നഗര വികസന മന്ത്രിയും ഇൻഡോർ മുൻ മേയറുമായ BJP നേതാവുമായ കൈലാഷ് വിജയ് വർഗീയ സമ്മതിച്ചു. ഇൻഡോർ 1 ഭാഗ്യരഥ്പുരയിലാണ് സംഭവം. തുടർച്ചയായ 8ാം തവണയും മോദി സർക്കാർ രാജ്യത്തെ ശുചിത്വ നഗരമായി തിരഞ്ഞെടുത്ത ഇൻഡോറിലാണ് സംഭവം എന്നതാണ് വിരോധാഭാസം. വയറിളക്കവും ഛർദിയും ബാധിച്ച് ദിവസങ്ങളായി ചികിത്സയിലായിരുന്നവരാണ് മരിച്ചത്. ഒരാഴ്ചക്കിടെ 1100 പേർ ചികിത്സ തേടി. 200 പേരോളം ആശുപത്രിയിലാണ്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് വിലയിരുത്തുന്നത്. BJP സർക്കാർ യഥാർത്ഥ മരണസംഖ്യ മറച്ചുവെക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. പ്രധാന കുടിവെള്ള പൈപ്പ് ലൈന് ചോർച്ചയുണ്ടായി. കക്കൂസ് മാലിന്യം കുടിവെള്ളത്തിൽ കലർന്നതാണ് ദുരന്തം വരുത്തിവെച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. നർമ്മദ നദിയിൽ നിന്ന് മുനിസിപ്പൽ കോർപ്പറേഷൻ പൈപ്പ് ലൈനിലൂടെ ഒരാഴ്ചയായി കിട്ടാവുന്നത് മോശം വെള്ളമാണെന്ന വ്യാപക പരാതി ഉണ്ടായിരുന്നു. പ്രതിഷേധമുയർന്നതോടെ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ സോണൽ ഓഫീസറെയും അസിസ്റ്റൻ്റ് എഞ്ചിനീയറെയും സസ്പെൻഡ് ചെയ്തു. ഇൻചാർജ് സബ് എഞ്ചിനീയറെയും പിരിച്ചുവിട്ടു. DTPCയുടെ തെയ്യം കലണ്ടറിലേക്ക് വിവരങ്ങൾ നൽകാം. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ തയ്യാറാക്കുന്ന തെയ്യം കലണ്ടറിലേക്ക് വിവരങ്ങൾ നൽകാം. തെയ്യം നടക്കുന്ന തീയതി, തെയ്യങ്ങളുടെ വിവരം, തെയ്യം നടക്കുന്ന സമയം, കാവിൻ്റെ ലൊക്കേഷൻ, കാവ് ഉൾപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പേര്, താലൂക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറുകൾ എന്നിവ അടങ്ങിയ വിവരങ്ങൾ 83 30 85 86 04 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. DTP ഓഫീസിൽ നേരിട്ടും വിവരങ്ങൾ നൽകാം. ഫോൺ 0497 2 706 336 2 960 336. സ്നേഹിത ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തന സജ്ജമായി. കണ്ണൂർ തെക്കി ബസാറിൽ പുതിയ കെട്ടിടത്തേക്ക് പ്രവർത്തനം മാറിയ സ്നേഹിത ഹെൽപ്പ് ഡെസ്കിൻ്റെ ഉദ്ഘാടനം രജിസ്ട്രേഷൻ, പുരാവസ്തു, പുരാരേഖ, മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. 2017 മുതൽ മുണ്ടയാട് പ്രവർത്തിക്കുന്ന കുടുംബശ്രീ സ്നേഹിത ഹെൽപ്പ് ഡെസ്ക് കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്കും മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾക്കുമായാണ് തെക്കി ബസാറിലെ പുതിയ കെട്ടിടത്തേക്ക് മാറിയത്. സമൂഹത്തിൽ നിരാലംബരും ഒറ്റപ്പെട്ടവരും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരുമായ സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്തുണ, സഹായവും താൽക്കാലിക അഭയവും നൽകുന്നതാണ് സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക്. പോലീസ് സഭാ ഹാളിൽ നടന്ന പരിപാടിയിൽ സ്നേഹിത 9ാം വാർഷികവും ഉയരെ ജെൻഡർ ക്യാമ്പയിൻ ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. KK ശൈല ടീച്ചർ MLA അധ്യക്ഷയായി. KV സുമേഷ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ C ചന്ദ്രൻ, K സനില, PP ലക്ഷ്മണൻ, സജി ഓതറ, K മോഹനൻ, CK മുഹമ്മദ് മാസ്റ്റർ, CK റംസീന, PP സുജയ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ MV ജയൻ, ജില്ലാ കുടുംബ കോടതി ജഡ്ജി RL. തുടക്കം. പൈതൃകത്തെ വികലമാക്കാനും സങ്കുചിതമായ കാര്യങ്ങൾക്കായി ഉപയോഗിക്കാനും വലിയ ശ്രമങ്ങളാണ് നടന്നുവരുന്നതെന്ന് മ്യൂസിയം രജിസ്ട്രേഷൻ പുരാവസ്തു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് സംഘടിപ്പിക്കുന്ന കണ്ണൂർ പൈതൃകോത്സവം മുണ്ടേരി മുദ്ര ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മനുഷ്യസ്നേഹത്തിനു പകരം വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും അന്തരീക്ഷം സൃഷ്ടിക്കാൻ പൈതൃകങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു എന്നത് ഏറെ ദുഃഖകരമായ സാഹചര്യമാണ്. സാംസ്കാരിക പൈതൃകങ്ങൾ കൊണ്ട് സമ്പന്നമായ നാടാണ് കേരളം. അവ സംരക്ഷിച്ച് ഭാവി തലമുറയ്ക്ക് കൈമാറുകയും അവയുമായി ബന്ധപ്പെട്ട പുതിയ അറിവുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുക എന്ന കർത്തവ്യമാണ് പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിജു അധ്യക്ഷത വഹിച്ചു. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK റസീന, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രഘുനാഥ്, വാർഡ് മെമ്പർ സമീർ ടീച്ചർ, മ്യൂസിയം മൃഗശാല വകുപ്പ് സൂപ്രണ്ട് PS പ്രിയരാജൻ, P ചന്ദ്രൻ, M ഗംഗാധരൻ, മുണ്ടേരി ഗംഗാധരൻ, PA K രാഘവൻ, PC അഹമ്മദ് കുട്ടി,
ഒ ബാലകൃഷ്ണൻ, ഷഹീർ കൊട്ടാണശ്ശേരി, രാജേഷ് മന്തമ്പേത്ത്, എ രാജൻ, എ പങ്കജാക്ഷൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഡോക്ടർ RLV രാമകൃഷ്ണൻ അവതരിപ്പിച്ച സോദാഹരണ പ്രഭാഷണം, പുഷ്പവതി പൊയിൽ പാടത്ത് അവതരിപ്പിച്ച സംഗീതനിശ എന്നിവ അരങ്ങേറി. പൈതൃകോത്സവത്തിന്റെ ഭാഗമായി ജനുവരി 1 മുതൽ 6 വരെ കണ്ണൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളുമായി വിവിധ കേന്ദ്രങ്ങളിൽ വിവിധ പരിപാടികൾ നടക്കും. അതിന്റെ ആദ്യ പരിപാടിയാണ് മുണ്ടേരി മുദ്ര ഓഡിറ്റോറിയത്തിൽ ഇന്ന് നടന്നത്. നാളെ ഭരണശ്ശേരിയിൽ സെമിനാർ സംഘടിപ്പിക്കും. നാളെ വൈകുന്നേരം താവക്കര നടത്താൻ നിശ്ചയിച്ചിരുന്ന ഫ്യൂഷൻ ഷോ മാറ്റിവെച്ചതായി അധികൃതർ അറിയിച്ചു. നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം വികസനക്ഷേമ പഠന പരിപാടിക്ക് ജില്ലയിൽ തുടക്കമായി. ജനകീയ പങ്കാളിത്തത്തോടെ നവകേരളം പടുത്തുയർത്താൻ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം വികസനക്ഷേമ പരിപാടിക്ക് ജില്ലയിൽ തുടക്കമായി. പയ്യന്നൂർ മണ്ഡലത്തിൽ പത്മശ്രീ അപ്പുക്കുട്ട പൊതുവാളിന്റെ ഭവനത്തിലെത്തി പരിശീലനം ലഭിച്ച കർമ്മസേനാംഗങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ച് ജില്ലാതല പഠന പരിപാടിക്ക് തുടക്കം കുറിച്ചു. സ്വാതന്ത്ര്യ സമരത്തിന്റെ മഹത്തായ ഘട്ടങ്ങൾ ഓർമ്മകൾ സൂക്ഷിക്കുന്ന 102 വയസ്സ് പൂർത്തിയായ അപ്പുക്കുട്ട പൊതുവാൾ കേരളത്തിന്റെ വർത്തമാന ജീവിത സാഹചര്യം സർക്കാർ ഏറ്റെടുക്കേണ്ടതുമായ കാര്യങ്ങളോടൊപ്പം ദേശീയ അന്തർദേശീയ രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിൽ വരെയുള്ള തന്റെ അഭിപ്രായം വിശദമായും സ്പഷ്ടമായ രീതിയിൽ രേഖപ്പെടുത്തി. പരിപാടിയിൽ TI മസൂൻ MLA സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം ജില്ലാ കൺവീനറും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറുമായ PP ബിനീഷ്, പയ്യന്നൂർ മണ്ഡലം ചാർജ് ഓഫീസറും GST ഡെപ്യൂട്ടി കമ്മീഷണറുമായ CM സുനിൽകുമാർ, വാർഡ് കൗൺസിലർ കൃഷ്ണൻ പോത്തേര, റിസോഴ്സ് പേഴ്സൺ VP സന്തോഷ് കുമാർ, നവകേരള സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം സന്നദ്ധ വളണ്ടിയർമാരായ ജയന്തി CH, C സുജിഷ, ദീപ സുനിൽ എന്നിവർ പങ്കെടുത്തു.